കാവ്യയെ നോക്കാനായി ദാമോദർ പാലസിലെത്തുന്ന അലീന മുത്തശ്ശിയും കാവ്യയും പിന്നെ അവിടെയുള്ള കുറച്ച് സർവൻസും ഒക്കെ ആയിട്ട് വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ കാവ്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയൊരു ഗ്രാൻഡ് പാർട്ടി പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇത് കാണേണ്ടി വന്ന അലീന ചെറുതായിരുന്ന് ആശയക്കുഴപ്പത്തിലാകുന്നു. അവൾ അതിനെപ്പറ്റി മുത്തശ്ശിയോട് ചോദിക്കുകയും ചെയ്തു. എന്നെ പുറമേ കാണുന്ന ചുറുചുറുക്കേ ഉള്ളൂ മോളെ. എനിക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതാ. 20-ാം തീയതി എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. അതുവരെ ദൂരയാത്രയൊന്നും പാടില്ല, മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷെ മാഡം, അതും ഇതുമായിട്ട് എന്താ ബന്ധം? അലീന സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ മോളെ, കാവ്യയുടെ ബർത്ത്ഡേ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ഹോട്ടലിലാ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് അവിടെ പോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാ. അത് പക്ഷേ മാഡം, എന്തോ പറയാൻ തുടങ്ങുകയായിരുന്നു അലീന. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എനിക്കും ഈ പ്രായത്തിലുള്ള കൊച്ചുമക്കൾ ഉള്ളതാ, എന്നെ മുത്തശ്ശി എന്ന് വിളിച്ചാൽ മതി. ആ സ്വരത്തിനുള്ളിലെ വാത്സല്യം അവൾ തിരിച്ചറിഞ്ഞു. മുത്തശ്ശി, അലീന മന്ത്രിച്ചു. ഓഫീസിൽ പ്രഫുൽദേവും വിമലുമായുള്ള തർക്കം തുടർന്നു. നിർമ്മൽ കോളനി ഞങ്ങൾ വാടകയ്ക്കെടുത്തു കഴിഞ്ഞു. വൈകാതെ തന്നെ അവിടെയുള്ളവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരെ അവിടെ നിന്നും മാറ്റും. താൽക്കാലികമായി മാറി താമസിക്കേണ്ട സ്ഥലത്ത് അവർ തൃപ്തരാണ്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. അവർക്ക് പരാതിയുള്ളത് കൊണ്ടല്ലേ ഞാൻ വന്നത്. പരാതി അവർക്കാണോ മിസ് അനുപമയ്ക്കാണോ? പ്രഫുൽദേവ് ആ ചോദ്യം ഒരു അസ്ത്രം പോലെ തൊടുത്തുവിട്ടു. ആ ചോദ്യത്തിൽ വിമൽ പകച്ചുപോയി. എന്നാലും പിടികൊടുക്കാതെ അയാൾ പറഞ്ഞു, ഇത് ഞങ്ങൾ നേരിട്ട് ഇടപെടുന്ന വിഷയമാണ്. ഈ സമയം നിർമ്മൽ കോളനിയിലെ ആളുകൾ മുത്തശ്ശിയുടെ ക്ഷണം സ്വീകരിച്ച് ദാമോദർ ഹൗസിലെത്തി. അലീനയുടെ ബാഗുമായി മഹിമയും അവിടേക്ക് വന്നു. മോളെ അലീനി, നിർമ്മൽ കോളനിയിലെ ആളുകളെ വിളിക്കാമെന്ന് നിനക്ക് എങ്ങനെയാ തോന്നിയത്? അത് മുത്തശ്ശി, അച്ചുവിന്റെ മാമി വരുന്നത് വരെ ഞങ്ങളും അവിടെയായിരുന്നല്ലോ. അന്നേരം നമുക്ക് അവരൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അലീന വിനയത്തോടെ പറഞ്ഞു. എങ്കിൽ ശരി മിസ്റ്റർ വിമൽ, നമ്മുടെ പുതിയ പ്രോജക്റ്റിനായി നിർമ്മൽ കോളനി തിരഞ്ഞെടുത്തത് മുത്തശ്ശിയുടെ തീരുമാനമായിരുന്നു. എന്റെ വീട് വരെ വന്ന് മുത്തശ്ശിയോട് സംസാരിക്കാമോ? പ്രഫുൽദേവ് വിമലിനോട് ചോദിച്ചു. എങ്കിൽ ശരി, അങ്ങനെയാകട്ടെ, വിമൽ സമ്മതിച്ചു. ഈ സമയം അലീന പാർട്ടിയിൽ വന്ന ഒരു ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. കാവ്യമോള് അലീനയുടെ അടുത്തേക്ക് വന്ന് അവളെ വിളിച്ചു. മിസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? മിസ്, ഞാനെന്റെ ബർത്ത്ഡേ പാർട്ടി ഇതുപോലുള്ള ആളുകളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പാർട്ടി ഇവരുടെ കൂടെ ഇത്രയും രസമായിരിക്കുമെന്ന് ഞാൻ കരുതിയതുമില്ല. താങ്ക് യു മിസ്. അതൊന്നും സാരമില്ല മോളെ. പിന്നൊരു കാര്യം പറയട്ടെ, എനിക്കും ഈ പ്രായത്തിലുള്ള ഒരു അനിയനുള്ളതാ. എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു കുസൃതിയോടെ അലീന ഒരു പൂവെടുത്ത് കാവ്യയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഈ സമയം ട്രാഫിക് കാരണം പ്രഫുൽദേവിന്റെ കാറ് ഒരു പൂക്കടയുടെ മുന്നിൽ നിന്നു. എനിക്ക് പൂക്കൾ ഇഷ്ടമല്ല, കാറ് കുറച്ചുകൂടി മുന്നിലെടുക്ക്, ഒരു ആജ്ഞയുടെ സ്വരത്തിൽ പ്രഫുൽദേവ് പറഞ്ഞു. അലർജിയാണോ? വിമൽ ചോദിച്ചു. അല്ല, ഇഷ്ടമല്ല, ഗൗരവത്തോടെ പ്രഫുൽ പറഞ്ഞു. പൂക്കൾ ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? വിമൽ പിറുപിറുത്തു. ചേച്ചി, അലീനയെ ഒരു കുസൃതിയോടെ അങ്ങനെ വിളിച്ചുകൊണ്ട് കാവ്യ മറ്റൊരു പൂവെടുത്ത് എറിഞ്ഞു. ചേച്ചിയെന്ന് വിളിച്ചാലും നാളെ മുതൽ മിസ് തന്നെയല്ലേ, അതുകൊണ്ട് ഇന്ന് ശരിക്കും എന്റെ ചേച്ചിയാകുമോ? പിന്നെന്താ, എനിക്കിപ്പോൾ ഒരു അനിയൻ മാത്രമല്ല, ഒരു അനിയത്തി കൂടിയായി. താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഒരു പൂവ് കൂടി എടുത്തെറിഞ്ഞു. ഹമ്പടി, ഇനിയാള് കൊള്ളാലോ എന്ന് പറഞ്ഞ് അലീന അവിടെ ഇരുന്ന ചെറിയ കൂട കയ്യിലെടുത്തു. അതിൽ മഞ്ഞയും റോസും നിറങ്ങളിലുള്ള നുറുങ്ങു പൂവിതളുകൾ ഉണ്ടായിരുന്നു. അലീന അതുമായി കാവ്യയുടെ നേരെ തിരിഞ്ഞു. കാവ്യ അവിടെ നിന്നും ഓടി. അവർ ആ ഹാളിൽ മുഴുവൻ ഓടിക്കളിച്ചു. തുറന്നു കിടന്നിരുന്ന വാതിലിന് മുന്നിലായി കിതച്ചു നിന്ന കാവ്യയുടെ നേരെ അലീന പൂക്കൾ വാരി വിതറി. എന്നാൽ കുസൃതിക്കാരിയായ കാവ്യ അവിടെ നിന്ന് ഓടിമാറി. നുറുങ്ങു പൂവിതളുകൾ മഴയായി വിതർന്നതോ പ്രഫുൽദേവിന്റെ ദേഹത്തേക്ക്. തലയിലും കോട്ടിലും വീണ ഇതളുകൾ തട്ടിമാറ്റുന്ന തിരക്കിലായിരുന്നു പ്രഫുൽ. അലീന പ്രഫുൽദേവിനെ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് കണ്ട ഞെട്ടലിൽ അവൾ, ഇയാളെന്താ ഇവിടെ എന്ന് പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു. അപ്പോഴാണ് ചുവരിൽ തൂക്കിയ ഒരു ഫോട്ടോ കാണുന്നത്. അതിൽ മുത്തശ്ശിയും പ്രഫുൽദേവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇയാളുടെ വീടായിരുന്നോ? അലീന മനസ്സിൽ ചോദിച്ചു. ചെറിയച്ചാ എന്ന് വിളിച്ചുകൊണ്ട് കാവ്യ പ്രഫുലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പ്രഫുൽദേവ് അവളെ വാരിയെടുത്തു. ചെറിയച്ഛനോ? അപ്പോൾ ഇയാൾ മഹിമയുടെ... ഞാനറിയാതെ മഹിമയുടെ കല്യാണം ഒന്നും നടക്കില്ല. ഇത് ദീപ്ത മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ വീടല്ലേ, അപ്പോൾ ആ സാറിന്റെ സഹോദരനായിരിക്കും, അലീന മനസ്സിൽ കരുതി. പ്രഫുൽദേവ് കാവ്യയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും വിമൽ അവിടെ എത്തി. ദാമോദർ ഹൗസിൽ നിർമ്മൽ കോളനിയിലെ ആളുകളെ കണ്ടപ്പോൾ തങ്ങൾക്ക് കിട്ടിയ പരാതി തെറ്റായിരുന്നുവെന്ന് വിമൽ മനസ്സിലാക്കി. വിമൽ പ്രഫുൽദേവിനോട് പറഞ്ഞു. സോറി സർ, ഞങ്ങൾക്ക് കിട്ടിയ പരാതി ഫേക്കായിരുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്. മിസ് അനുപമയാണ് നമുക്ക് ഇങ്ങനെ ഒരു പരാതി തന്നത്.
അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ? പ്രഫുൽദേവ് ഉറപ്പിനു വേണ്ടി ചോദിച്ചു. ഡോൺ വറി സർ, പക്ഷെ ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ കോളനി വിട്ടുകൊടുക്കുന്നത് വരെ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. താങ്ക് യു. അവർ ഇരുവരും കൈകൊടുത്തു. വിമൽ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ പ്രഫുൽദേവ് അലീനയുടെ അടുത്തേക്ക് വന്ന് ഗൗരവത്തോട് ചോദിച്ചു, തനിക്ക് എന്താ ഇവിടെ കാര്യം? എനിക്കിവിടെ ജോലി കിട്ടി. എന്ത് ജോലി? കാവ്യയെ അലീന പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാവ്യ വന്ന് പറഞ്ഞു, ഇതെന്റെ പുതിയ മിസ്സാ. അപ്പോഴേക്കും മുത്തശ്ശി വന്ന് അലീനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ ആ കഥയിൽ അലീനയെ ജയിലിലാക്കിയ വ്യക്തി പ്രഫുൽദേവ് ആയിരുന്നുവെന്ന് മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഓഹോ, ഇപ്പോൾ മനസ്സിലായി. 2 മണിക്കൂർ പോലീസ് ലോക്കപ്പിൽ ഇട്ടതിന്റെ കണക്ക് തീർത്തതായിരുന്നല്ലേ? പ്രഫുൽദേവ് ഗൗരവഭാവത്തിൽ ചോദിച്ചു. കാവ്യയും മുത്തശ്ശിയും ഒന്നും മനസ്സിലാക്കാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്ത്? അലീനയും സംശയിച്ചു. ആ പൂക്കൾ എന്റെ ദേഹത്തേക്ക് വാരി വിതറിയത് എന്തിനായിരുന്നു? ഷെടാ, ഇത് കൊള്ളാലോ. പോലീസ് ലോക്കപ്പിൽ കൊണ്ടെത്തിച്ച ആളെ പുഷ്പാഭിഷേകം ചെയ്തല്ലേ സ്വീകരിക്കുന്നത്. മൈൻഡ് യുവർ ലാംഗ്വേജ്. പ്രഫുൽ ദേഷ്യപ്പെട്ടു. അവള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അവൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. ഇവിടെ ആദ്യമല്ലേ, നീ അതങ്ങ് ക്ഷമിക്ക്. അല്ല, അപ്പോൾ നീയായിരുന്നോ ദേവാ ആ പാവത്തിന് ജയിലിലാക്കിയത്? അത് മുത്തശ്ശി. പ്രഫുൽ വിക്കി വിക്കി പറയാൻ ഒരുങ്ങി. മുത്തശ്ശി, അതൊരു തെറ്റിദ്ധാരണയല്ലേ. ഞാനത് എപ്പോഴേ മറന്നു. പിന്നെ വീടിന്റെ കാര്യം, അതിന്റെ അച്ഛ പറഞ്ഞതുപോലെ. അലീന പറഞ്ഞു തീരും മുമ്പേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ചു. പ്രഫുൽദേവ് അകത്തേക്ക് കയറിപ്പോയി. ഒന്ന് നിൽക്കണേ ചേട്ടാ, അബദ്ധത്തിൽ വീണുപോയ വാക്കായിരുന്നു അത്. മുത്തശ്ശിയും കാവ്യയും പകച്ചു നിന്നുപോയി. പ്രഫുൽ തിരിഞ്ഞു നോക്കി. ചേട്ടനോ? കാവ്യ ചോദിച്ചു. അതും അബദ്ധത്തിൽ ചോദിച്ചു പോയതായിരുന്നു. അത് സാർ, അവൾ ലജ്ജയോടെ തിരുത്തി. എന്തൊക്കെയായാലും എന്റെ അനിയന് വേണ്ടി കേസ് നടത്താൻ തയ്യാറായല്ലേ? മാത്രമല്ല ആ ഗണേശന് ഒരവസരം കൂടി കൊടുത്തു. താങ്ക്സ്. പിന്നെ ആ ഗീതയെയും സഹായിച്ചു. വളരെ വലിയ മനസ്സാ നിങ്ങൾക്ക്. അവൾ പൂർത്തിയാക്കി. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല ദാമോദർ കുടുംബത്തിലുള്ളവർ പ്രവർത്തിക്കുന്നത്. പ്രഫുലിന്റെ വാക്കുകളിൽ കുടുംബമഹിമയുടെ അഹങ്കാരം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ മുത്തശ്ശി ഇത്? ഞാൻ അയാളെ പറ്റി നല്ലതല്ലേ പറഞ്ഞത്? അലീനയ്ക്കത് വിഷമമായി. മാഡം, മാർബിൾ പുഡിംഗ് റെഡി എന്നൊരു ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഒരെണ്ണം കൈകൊണ്ട് എടുത്തു. നാവിൽ തൊട്ടില്ല. അതിനു മുമ്പേ അവളുടെ മുഖഭാവങ്ങൾ മാറാൻ തുടങ്ങി. എന്താ മോളെ ഇത്? ഇത് മാർബിൾ പുഡിംഗ് അല്ലേ, അല്ലാതെ പാവിക്ക ജ്യൂസ് ഒന്നുമല്ലല്ലോ? മുത്തശ്ശി അവളുടെ മുഖം കണ്ട് ചോദിച്ചു. ഞാനൊന്ന് നോക്കട്ടെ. മുത്തശ്ശിയും ഒന്ന് എടുക്കാൻ തുനിഞ്ഞു. മുത്തശ്ശി എടുക്കല്ലേ? കാവ്യ സമ്മതിച്ചില്ല. അങ്ങനെ പറയാൻ പാടില്ല മോളെ, അലീന പറഞ്ഞു. എന്നാ ചേച്ചി തന്നെ കഴിച്ചു നോക്ക്. ഞാനോ? അതെ. അലീനയും ഒന്നെടുത്തു. ശരിയാണ്, മാർബിൾ പുഡിംഗ് ഒരു വാക്കിക്ക് കൊള്ളില്ല. അലീനയുടെ മുഖഭാവങ്ങൾ മാറാൻ തുടങ്ങി. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നവസ്ഥ. മാർബിൾ പുഡിംഗ് ഉണ്ടാക്കാൻ അറിയില്ലല്ലേ? വായിലുണ്ടായിരുന്നത് ഒരുവിധം ഇറക്കിക്കൊണ്ട് അലീന ചോദിച്ചു. ഒരുപാട് തവണ ശ്രമിച്ചതാണ്, ശരിയാകുന്നില്ല മാഡം. ശരി, ഞാൻ പറഞ്ഞു തരാം, വരൂ. ആദ്യം 1.25 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ. അലീനയുടെ ശബ്ദം അകന്നകന്നു പോയി. അപ്പോഴേക്കും പ്രഫുൽ ഇറങ്ങി വന്നു. മുത്തശ്ശി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഒരു സിംഗപ്പൂർ ട്രിപ്പിനെ കുറിച്ച്? കാവ്യമോളുടെ പാർട്ടി കഴിഞ്ഞാൽ ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. പിന്നെ അവിടെ പോയ ശേഷം മാത്രമേ തിരിച്ചു വരൂ. 2 ദിവസമാകും. ഇത്രയും പറഞ്ഞ് ബാഗും എടുത്ത് കാവ്യയും കൂട്ടി പ്രഫുൽദേവ് വീട്ടിൽ നിന്നിറങ്ങി. അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. ആ മോളെ, ഇവിടെ ഗസ്റ്റ് റൂം ഒക്കെ 2nd ഫ്ലോറിലാ. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മുറിയുണ്ട്. അത് തുറന്നിട്ട് 4 മാസമായി. പിന്നെ വിനീതിന്റെ മുറിയും മോഹന്റെ മുറിയും ഒഴിഞ്ഞു കിടക്കുകയാ. പക്ഷെ കീ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഒരു മുറിയുണ്ട്. തൽക്കാലം മോളുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവെക്ക്. ശരി മുത്തശ്ശി. മുത്തശ്ശിക്ക് അറിയാലോ, എന്റെ അനിയൻ മഹിമയുടെ കൂടെയാ. അവനെ കൂടി ഇവിടെ എന്റെ കൂടെ നിർത്താൻ അനുവദിച്ചാൽ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അതൊരു തൃപ്തികരമല്ലാത്ത മറുപടിയായിരുന്നെങ്കിലും അലീനയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി. വീട്ടിൽ വെച്ച് നടന്ന ഫംഗ്ഷനിൽ വന്നതുകൊണ്ടും അച്ഛൻ തനിച്ചാകുമല്ലോ എന്ന് കരുതിയ മഹിമ പാർട്ടിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അമ്മേ, അച്ഛനും എനിക്ക് കാവ്യയെ പോലെ തന്നെയാ. പക്ഷേ അലീന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിരുന്നു, നേരത്തെ പോയപ്പോൾ കൊടുക്കാൻ മറന്നു. അമ്മ ഒന്നത് കൊണ്ടുപോകണേ. മഹിമയെ പാർട്ടിയിൽ വരാൻ നിർബന്ധിച്ച ജാനകിയോട് ഇതായിരുന്നു മഹിമയുടെ മറുപടി. എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ജാനകി വീട്ടിൽ നിന്നിറങ്ങി. TV മുറിയിലിരുന്ന് TV കാണുന്ന മുത്തശ്ശി. അലീന മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു. മോള് ബാഗ് കൊണ്ടുവയ്ക്കാൻ പോയതല്ലേ, എന്താ വരാൻ താമസിച്ചത്? ഞാൻ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു മുത്തശ്ശി. അയ്യോ, മോളെന്തിനാ സാധനങ്ങൾ ആ മുറിയിൽ അടുക്കി വെച്ചത്? അമ്പരപ്പോടെ മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശിയല്ലേ പറഞ്ഞത് ആ മുറി എടുത്തോളാൻ. അതാ ഞാൻ സാധനങ്ങളൊക്കെ അവിടെ അടുക്കി വെച്ചത്. അയ്യോ മോളെ, അത് ഞാൻ. മുത്തശ്ശി ആവേശത്തോടെ എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്ന് മുത്തശ്ശി അവിടെ നിന്നും പോയി. അപ്പോഴേക്കും നേരത്തെ വന്ന സെർവന്റ് മാർബിൾ പുഡിങ്ങുമായി വീണ്ടും എത്തി.
പിന്നീട് എന്തുണ്ടായെന്ന് അടുത്ത പാർട്ടിൽ കേൾക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.